വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോവുകയാണ്. ഡൽഹിയിൽ വന്നിട്ട് എങ്ങനെയാണ് സരോജിനിയിൽ പോവാതെ തിരിച്ച് ഞാൻ വീട്ടിൽ പോകുന്നത്? അവിടെ ഒത്തിരി മാർക്കറ്റുകളുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് പോകാൻ ഇഷ്ടം ഉണ്ടായിരുന്നത് സരോജിനിയിലാണ്. ഇനി പോകുമ്പോൾ വേറെ മാർക്കറ്റുകളിൽ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ സരോജിനിയിലോട്ട് ചെന്ന് നടന്നിട്ട് കാണുന്നത് നമ്മൾ സരോജിനി മാർക്കറ്റാണ്. ഈ ഒരു വ്യൂ ഞാൻ കുറച്ചധികം വ്ളോഗേഴ്സിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ എൻ്റെ മൈൻഡിലൊരു മഞ്ഞുതുള്ളികൾ വീഴുന്ന കണക്കത്തെ ഒരു സുഖമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട നോക്കിയിട്ട് അതിങ്ങനെ നോക്കി വെച്ചിട്ട് വേറെയൊക്കെ കുറച്ച് നോക്കിയിട്ട് അതെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടത്തില്ല, അത് വേറെ ആൾക്കാർ എടുത്തു പോകും. ഭയങ്കര തിരക്കായിരുന്നു. എനിക്കിങ്ങനെ ഫോൺ എടുത്തിട്ട് വീഡിയോസ് പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ഒരു മാംഗോ ഷേക്കും ചില്ലി പൊട്ടറ്റോയും കഴിച്ചായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് അവിടെ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുന്നത്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് അവർ ഒട്ടും അതിനും സമ്മതിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞ് നടന്നു പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ച് വിളിക്കും. അപ്പം നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്കവർ സാധനങ്ങൾ തരും. നല്ല ലേഡീസ് ബാഗും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2 ബാഗ് വീട്ടിലേക്കൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി കമ്മലും കുറച്ച് ഡ്രസ്സ്, ഫ്രോക്ക്, കോട്ട് സെറ്റ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചില്ലെങ്കിലും എനിക്കിങ്ങനെ നടന്ന് കാണാൻ കൺകുളിർക്കെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കടകളിലും കയറിയിട്ട് റേറ്റ് ചോദിക്കലും ഇങ്ങനെ നോക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. പിന്നെ ഇടയ്ക്ക് വെച്ച് നല്ല മഴ പെയ്തായിരുന്നു. അപ്പം നമ്മളൊരു കടയിൽ കയറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മഴ അങ്ങ് തോന്നായിരുന്നു. മഴ ആയപ്പോൾ അവിടെ ഫുൾ ചെളിയൊക്കെ ആയിരുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ റൂമിലോട്ടാണ് പോണത്. ഇന്ന് നമ്മളിവിടെ അപ്പവും അനുണ്ണനും ഒന്നും വന്നില്ല. അവർ രണ്ടുപേരും വേറെ സെക്ഷനിലോട്ട് പോയി. അവർക്ക് മേടിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് മേടിക്കാൻ പോയി. ഞാനും മമ്മിയും ചേച്ചിയും കൂടിയാണ് ഇന്ന് സരോജിനിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് താജ്മഹലിൽ പോയൊരു വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡൽഹിയിലെ വിശേഷങ്ങൾ തീരുന്നതായിരിക്കും. അപ്പം പിന്നെ നേരെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയായിരുന്നു. നല്ല കാലുകഴപ്പുണ്ടായിരുന്നു, കാരണം അത്രയും നടന്നില്ലേ. കുറേ അധികം നടക്കാനുണ്ട്, കാണാനും ഉണ്ടായിരുന്നു. അപ്പം ബായ്.